നമ്മൾ ചോട്ടാ മുമ്പേ അറിയാത്ത പോലെ ഇരിക്കാം. ചോട്ടാ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഈ സിനിമ. അതാണല്ലോ ജിത്തു ചേട്ടൻ എങ്ങനെ ചെയ്തത്. കടുവ പുലിവാൽ കല്യാണം. കാരണം നമ്മള് മരങ്ങളാണ്. തേക്കാവുമ്പോ കാറി ഒന്നിരിക്കുക ഇരുന്ന് കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം അവര് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഫൈറ്റിന്റെ ഇമ്പാക്ട് നമുക്ക് കിട്ടിയത് അത് അതിന്റെ ഔട്ട് വന്നതിന് ശേഷം. നമുക്കത് ഷൂട്ട് ചെയ്തപ്പോ എന്താ നടക്കുന്നത് ഒരു പിടുത്തം ഇല്ലായിരുന്നു. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ സീനായിരുന്നു ഫൈറ്റ്. ഫഹദൊക്കെ നമ്മളോട് ടേക്കിന്റെ ഇതിന്റെ ഇടയിൽ സംസാരിക്കുന്നത് നോർമൽ ആയിട്ടായിരിക്കും, മീൻസ് നോർമൽ സ്ലാങ്ങിലായിരിക്കും. പക്ഷെ ആ ടേക്കിൽ സംസാരിക്കുന്നത് രംഗയായിട്ടായിരിക്കും. അപ്പൊ അത് കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്, സ്ലാങ് സ്വിച്ച് ആവുന്നത് ഭയങ്കര രസമായിരുന്നു കാണാൻ. പുള്ളിയുടെ കുറെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്കുണ്ടായിരുന്ന കോൺഫിഡൻസ് അല്ല ഫഹദ്ക്കായിട്ട് കോമ്പിനേഷൻ ചെയ്തപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഫഹദ്ക്കാരുടെ എനർജിയിൽ നമുക്ക് കിട്ടും ആ സാധനം. നമ്മൾ നാച്ചുറലി ബിഹേവ് ചെയ്യും എന്താണ് ചെയ്യുന്നത്. പക്ഷെ ഫഹദ്ക്ക പോയി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കഥ പറഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അത് സെറ്റില് ഫഹദ്ക്ക അത് പറഞ്ഞപ്പോ സെറ്റിൽ അത് നല്ല രീതിയിൽ ഹിറ്റായി ആ സാധനം. നെസ്രിയാത്ത പറഞ്ഞ് എപ്പോഴാ പറഞ്ഞപ്പോ ജിത്തിച്ചേട്ടന് മനസ്സിലായി അതിലൊരു ഹിറ്റ് ഉണ്ട്. ഓൾറെഡി സെറ്റിൽ ഹിറ്റായ സാധനം ടീസർ ഇറങ്ങിയപ്പോ പുറത്ത് നഷ്ടം, ഇത് നഷ്ടം, പ്രൊഡക്ഷനിൽ ഇത് നഷ്ടം, വൻ നഷ്ടം. പുഴുങ്ങിയ മുട്ട കൊടുത്താലുണ്ടൊരു വൻ നഷ്ടം. ഇഷ്ടം പുള്ളിക്ക് ഇഷ്ടം, പുഴുങ്ങിയ മുട്ട ഇഷ്ടം, ഒരു 10 അത് കാലത്ത് കൊടുത്ത് പെരുത്തിഷ്ടം. ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞുള്ള വരികളൊന്നും ഇങ്ങനെ പാടാൻ പറ്റത്തില്ല അല്ലേ. ഞാനിപ്പോ നിങ്ങളെ ഒരു ദംഷ്ലാട്സ് റൗണ്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്നലെ മൊത്തം ദംഷ്ലാട്സ് ആയിരുന്നു ഞങ്ങള്. 24ാമത്തെ ദംഷ്ലാട്സ്. അയ്യോ, ഇവിടെയും ഞങ്ങൾക്ക് ചെറുതായിട്ട്. അപ്പൊ അവിടെ തന്നെ ഹിപ്സ്റ്റർ തുടങ്ങാം. അപ്പൊ ഹിപ്സ്റ്റർ ഇങ്ങോട്ട് പോരെ, നിങ്ങൾ പറയുമോന്ന് ഞാൻ നോക്കട്ടെ. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? മലയാളം 3 വാക്ക്. ഇവരിപ്പോ ഇതില് മുട്ട പൊന്മുട്ടിടും താറാവ. ഞാൻ വളരെ സിമ്പിൾ ആയി പോയത്. അടുത്തത് ബിബിക്ക് കൊടുക്കാം. ഇതെല്ലാം ഒരു ട്രിപ്പ് കളിച്ചതാ. ഇതേ സെയിം പടം തന്നെ. ബിബിക്ക് വളരെ എളുപ്പമുള്ളവരാണ്. ഓൾറെഡി കളിച്ചതാണല്ലേ. ഒരു എപ്പിസോഡ് തന്നെ ഫുൾ ഡംഷ്ലാട്സ് ആയിരുന്നു. ഇതെങ്ങനെ കാണിക്കുന്നു ശ്രദ്ധിക്കണം. ഇത് വേറെ രീതി കാണിച്ചു തരണം. എന്നാലും ചോട്ടാ മുമ്പ് ഫഫ ചെയ്ത പോലെ വേണ്ട. എങ്ങനെ ചെയ്യും ഇത് കിട്ടിയിരുന്നെങ്കിൽ? അയ്യോ, നമ്മൾ ചോട്ടാ മുമ്പേ അറിയാത്ത പോലെ ഇരിക്കാം. ചെറുത് അറിയാത്ത പോലെ ഇരിക്കും. നിങ്ങൾ ആരും എങ്ങനെ ചെയ്തേ? ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഈ സിനിമ. അതാണല്ലോ ജിത്തു ചേട്ടൻ എങ്ങനെ ചെയ്തത്. എത്ര എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ജിത്തു ചേട്ടൻ മാത്രമേ വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റുമോ? ഈ ചോട്ടാ മുമ്പേ പഠിക്കാൻ വേണ്ടിട്ട് എനിക്ക് സിനിമ എടുത്ത് എങ്ങനെ ചെയ്യാം എന്ന് ആലോചിക്കുമായിരുന്നു. വേറെ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? മുംബൈ എനിക്ക് തോന്നുന്നു ഒരു എന്താണ് ഒരു മെജോറിറ്റി ഇങ്ങനെ കാണിക്കുമായിരിക്കും. ചോട്ട ഇങ്ങനെ കിട്ടുമ്പോ തന്നെ മുംബൈ കിട്ടും. ഉറപ്പല്ലേ? അതാണ് ആ പേരിന്റെ ഒരു. അതെ. താങ്ക് യു. അടുത്തത് വന്നോളൂ. ഞാൻ ഇരിക്കേണ്ടി വരില്ല, അതിന് മുന്നേ പറയാറിയോ? രണ്ടു വാക്ക്. കടുവ. പുലിവാൽ കല്യാണം. ആടുപുലി. അതാണ് 2 വാക്ക്. അത് 3 വാക്കില്ലേടാ. അല്ല, ഈ പുലിയാട്ടം എന്നുള്ളത് 2 എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. നല്ല എത്ര പെട്ടെന്ന് നിങ്ങളിപ്പോ ഇതില് ഭയങ്കര എക്സ്പേർട്സ് ആയിന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ സെറ്റിലും ഇങ്ങനെ എന്റർടൈൻമെന്റ് ആയിട്ട് ഗെയിംസ് ഒക്കെ ഗെയിം കളിക്കാനുള്ള സമയല്ലേ? ഒന്നും കളിക്കാനല്ല, എന്തെങ്കിലും ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗെയിംസ് അല്ല, നമ്മളിങ്ങനെ ചുമ്മാ സംസാരിക്കും. അതാണ് സംസാരമാണ്. എന്തേലും വളവളാന്ന് കാണുന്നതൊക്കെ കണ്ട് എക്സൈറ്റഡ് ആയി സംസാരിക്കാന്നുള്ളതായിരുന്നു. അപ്പൊ നിങ്ങള്
മൂന്നുപേരും ഗ്യാങ് ആയിട്ട് കൂടിയിട്ട് ആരെങ്കിലും ഒക്കെ ട്രോൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ ആരെ ആരെ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ട്രോൾ ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും ഒരാൾ അല്ലാണ്ട് സെറ്റിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കോ അല്ലെങ്കിൽ അങ്ങനെ ആരെയും അങ്ങനെയല്ല ഗ്യാങ് ആയിട്ട് കൂടി എന്തെങ്കിലുമൊക്കെ ചുമ്മാ എന്തെങ്കിലും എല്ലാരുമായിട്ട് കൂടുമ്പോഴുള്ള തമാശകളുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അത് അവരുടെ അടുത്തും പറയും നമ്മള്. അതെ. അതുപോലെ തന്നെ ഈ ഒരു സെറ്റിൽ നിങ്ങൾക്ക് ഫൈറ്റ് കാണണം എന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് രംഗാടനെ ഒരു ഫൈറ്റ് കാണിച്ചു എന്ന് ചോദിച്ചിട്ട് ഒരു വൺ ഫൈറ്റ് ഉണ്ടായിരുന്നു വണ്ടിയിലൊക്കെ. വണ്ടിയുടെ ഡോറൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേനും രണ്ട് സൈഡിലും പോയി. അപ്പൊ ആ ഷൂട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് എത്ര ഡേയ്സ് ഷൂട്ട്? അത് 10 ദിവസത്തിൽ കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 12 ദിവസം ഉണ്ടായിരുന്നു. 12 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിലെങ്ങനായിരുന്നു? ഫണ്ണായിരുന്നു? നമുക്കല്ലായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പണി. കാരണം അത് ആ സീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാറിലിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. ഫൈറ്റ് ഒക്കെ കാറിന്റെ പുറത്താ. ഞങ്ങൾക്ക് ഏറ്റവും സുഖമുള്ള ഷൂട്ട് അതായിരുന്നു. ഫൈറ്റ് എൻജോയ് എനിക്ക് പോലും വേണ്ട അവിടുന്ന്. കാരണം നമ്മള് മരങ്ങളാണ്. ടേക്ക് ആവുമ്പോ കാറി ഒന്ന് ഇരിക്കുക, അത്രേ ഉള്ളൂ. ഇരുന്ന് കൊടുത്താൽ മാത്രം മതി, ബാക്കി എല്ലാവരും ചെയ്തു. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഫൈറ്റ് കണ്ടപ്പോ? നല്ലൊരു ഫൈറ്റ് നല്ലായിരുന്നു. പുറത്ത് പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഫൈറ്റിന്റെ ഇമ്പാക്ട് നമുക്ക് കിട്ടിയത് അത് അതിന്റെ ഔട്ട് വന്നതിന് ശേഷം. നമുക്കത് ഷൂട്ട് ചെയ്തപ്പോ എന്താ നടക്കുന്ന ഒരു പിടുത്തം ഇല്ലായിരുന്നു. അവര് പറയും നിങ്ങൾ. പക്ഷെ അത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ സീനായിരുന്നു ഫൈറ്റ്. അതുപോലെ തന്നെ ലാസ്റ്റത്തെ ഫൈറ്റും ഫഫയുടെ ഫൈറ്റും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഗുണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇപ്പം രംഗണ്ണ വന്ന സമയത്ത് എടാ മോനെന്ന് വിളിച്ചു വന്നപ്പോൾ നമ്മളൊക്കെ ഓർത്ത് ചിലപ്പം ഫൈറ്റ് ഉണ്ടാവില്ല, അടിക്കില്ലായിരിക്കും, കുറച്ച് കോമഡിയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത്. പക്ഷെ ഫൈറ്റ് കോമഡിയിൽ കോമഡി, ഇമോഷണൽ അതായത് സെന്റിമെന്റ്സ് വരുന്നിടത്ത് അത് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പം ഫഫ പെട്ടെന്നാണ് ഓരോന്നിലേക്കും സ്വിച്ച് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങളിങ്ങനെ കണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തായിരുന്നു? പെട്ടെന്നാണൊരു, അതായത് ആദ്യത്തെ ഷൂട്ടിൽ വരുന്ന പോലെയല്ല ചിലപ്പോൾ അടുത്ത ഷൂട്ട് ഡേയിൽ വരുമ്പോഴുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളും. ഓരോ ടേക്കിൽ ഓരോന്നാണ് ഫാദുക്ക് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ ആദ്യത്തെ ഷൂട്ടിൽ വരുന്ന പോലെ അടുത്ത ദിവസം, അതുപോലെ ഫസ്റ്റ് ടേക്കിൽ ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് ടേക്കിൽ ചെയ്യുന്നത്. എന്താണ് സീനെന്ന് നമുക്കറിയാലോ. ഇപ്പൊ അതൊരു ഇമോഷണൽ സീൻ ആണെങ്കിൽ അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തായാലും ഫാദുക്ക് ഇതുവരെ ചെയ്ത പോലൊരു ഇമോഷൻ ആ സാധനം ഇനി ചെയ്യൂല നമുക്കറിയാം. അപ്പൊ പുതിയത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് നമുക്കുണ്ട്. കരയുന്നതായാലും ചിരിക്കുന്നതായാലും നടക്കുന്നതായാലും ഇരിക്കുന്നതായാലും എല്ലാം പുതിയ സാധനമല്ലേ. രംഗയ്ക്ക് കുറെ മാനറിസംസ് ഉണ്ടായിരുന്നു, നമ്മൾ അത് കാണാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. രംഗയ്ക്ക് നോർമൽ ഫാദുക്ക ചെയ്യുന്ന കുറെ ക്യാരക്ടേഴ്സിന് രംഗയ്ക്ക് കുറെ യുണീക്നെസ് ഉണ്ട്. അത് നമ്മൾ 2-3 വട്ടം കാണുമ്പോഴത്തേക്ക് ആ യുണീക്നെസ് മനസ്സിലാവും. രംഗയുടെ സംസാരം കേൾക്കാനും നല്ല രസമാണ്. പുള്ളിയുടെ മാനറിസംസ് എല്ലാം ഒരു ദിവസം അല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പൊ കരയുന്ന ചിലപ്പോ ഒരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ ചിരിക്കുന്ന ഓരോ ഇമോഷൻ ചിലപ്പോ ഓരോ ദിവസമായിരിക്കും ചെയ്യുന്നത്. ഓരോ ദിവസം നമുക്ക് എക്സൈറ്റ് ആവാനുള്ള സാധനമുണ്ട്. പിന്നെ കൂടുതൽ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫഹദൊക്കെ നമ്മളോട് ടേക്കിന്റെ ഒക്കെ ഇതിന്റെ ഇടയിൽ സംസാരിക്കുന്നത് നോർമൽ ആയിട്ടായിരിക്കും, മീൻസ് നോർമൽ സ്ലാങ്ങിലായിരിക്കും. പക്ഷെ ടേക്കിൽ സംസാരിക്കുന്നത് രംഗയായിട്ടായിരിക്കും. അപ്പൊ അത് കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. സ്ലാങ് സ്വിച്ച് ആവുന്നത് ഭയങ്കര രസമായിരുന്നു കാണാൻ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളാണെങ്കിലും കോളേജിലേക്ക് എൻ്റർ ചെയ്തിട്ട് പ്രിൻസിപ്പളുമായിട്ടൊരു സീൻ ഉണ്ടായിരുന്നു. അതായത് പ്രിൻസിപ്പള് വീട്ടിൽ വിളിച്ചിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുന്നൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ വിളിച്ചിട്ട് അതേ അല്ലാത്ത രീതിയിൽ കഥ മാറ്റിയൊരു സന്ദർഭമുണ്ട്. അപ്പം ഇതുപോലെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതായത് എന്തെങ്കിലുമൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേനും അത് അങ്ങനെ അല്ല അമ്മ, അല്ലെങ്കിൽ അല്ല, എന്തെങ്കിലും ഫണ്ണി ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അങ്ങനെ അതിപ്പോ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് മനസ്സിലാവത്തില്ല. ഞങ്ങൾ ഇപ്പോഴും വീട്ടിലല്ലേ, അങ്ങോട്ട് പോകണ്ടേ. കോളേജിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മാൻഡ്രസംസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഫഫ ചെയ്തത്. അപ്പം നിങ്ങളുടെ ആണെങ്കിലും മൈന്യൂട്ട് എക്സ്പ്രഷൻസ് വരെ തിയേറ്ററിൽ വൻ കയ്യടിയായിരുന്നു. ചിലപ്പോൾ ഒന്ന് എക്സ്പ്രഷൻസ് കണ്ണിൽ പോലും അഭിനയിക്കാൻ നിങ്ങൾ 3 പേരും നിങ്ങളുടെ ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് വളരെ വലിയ ഇമ്പാക്റ്റ് ആണ്. കാരണം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. അപ്പം നിങ്ങൾ കരയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അടി കൊണ്ടിട്ട് അല്ലെങ്കിൽ ഓരോ ചെറിയ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ, അപ്പം ഇതും ഫഫ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രേസ് ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു. അത് നല്ല രീതിയിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കുണ്ടായിരുന്ന കോൺഫിഡൻസ് അല്ല ഫാദുക്കയായിട്ട് കോമ്പിനേഷൻ ചെയ്തപ്പോൾ പുള്ളിയുടെ നിന്ന് കുറേ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെയും നമുക്ക് ആ ഒരു ക്യാരക്ടർ എന്ന നിലയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിൽക്കാൻ നേരത്തെ തന്നെ ആ സീൻ ചെയ്യുമ്പോ തന്നെ അത് നമ്മള് അഭിനയിക്കണ്ട, ആ സാധനം ആ പതുക്കേര എനർജിയില് നമുക്ക് കിട്ടും. ആ സാധനം നമ്മൾ നാച്ചുറലി ബിഹേവ് ചെയ്യും, എന്താണ് ചെയ്യുന്നത്. പക്ഷെ പതുക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി പാടാ. ക്യാമറ നോക്കിയൊക്കെ അഭിനയിക്കണമല്ലോ. ഭയങ്കര ത്രില്ലായിരുന്നു. പതുക്കായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം ഭയങ്കര രസത്തോടെ നമ്മള് ചെയ്തത്.
അതുപോലെ തന്നെ ഫഫ അതിനകത്ത് എടാ മോനെ ഇങ്ങ് വന്നേന്ന് പറഞ്ഞാൽ ആ എടാ മോനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും എടാ മോനെ എന്നുള്ളത് സ്ക്രിപ്റ്റിൽ അതായത് അങ്ങനെ തന്നെ ആഡ് ഓൺ ചെയ്തതാണോ അതോ സ്പോട്ടിൽ? ശരിക്കും അല്ല, ശരിക്കും കഥ പറഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അത് സെറ്റില് അത് പറഞ്ഞപ്പോ സെറ്റിൽ അത് നല്ല രീതിയിൽ ഹിറ്റായി ആ സാധനം. എല്ലാരും ഇടമോനെ എന്ന് പറയാം. അപ്പം അതിലൊരു സാധനം ഉണ്ട് ജിത്തുകണ്ണ് തോന്നി. പിന്നെ അത് ത്രൂ ഔട്ട് അത് പിടിക്കുകയും അങ്ങനെ ചെയ്തു. നെസ്രിയാത്ത ഒന്ന് പറഞ്ഞു എപ്പോഴാ പറഞ്ഞപ്പോ ജിത്തിച്ചേട്ടന് മനസ്സിലായി അതിലൊരു ഹിറ്റ് ഉണ്ട്. ആ ഒരു വേർഡ് എന്തോ ഒരു ഓൾറെഡി സെറ്റില് ഹിറ്റായ സാധനം ടീസർ ഇറങ്ങിയപ്പോ പുറത്ത് ഇത് ഇറങ്ങുന്നതിന് മുന്നേ ഷമ്മി ഹീറോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം എടാ മോനെ നീ ഹാപ്പി അല്ല അങ്ങനെ ഒരുപാട് ഡയലോഗ്സ് ആണ് ഇപ്പം ട്രെൻഡിങ് അല്ലെ. ഇനിയിപ്പം അതായിരിക്കും നമ്മുടെ മൈൻഡിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ 3 പേരാണെന്ന് നിങ്ങൾക്ക് 3 പേർക്ക് ഇൻഡിവിജ്വൽ ഫാൻ ബേസ് ഉണ്ട്. അങ്ങനെ ഒരു ഇത് തന്നെ. ഇപ്പം ബിബി ആണെങ്കിലും ശാന്തനാണെങ്കിലും ഹിപ്സ്റ്ററിനാണെങ്കിലും അതുപോലെ അജുവിനാണെങ്കിലും ഓഫ് കോഴ്സ് അജു എന്നുള്ള നെയിമും ആ ഒരു ഫിലിം കഴിഞ്ഞിട്ട് ഒരുപാട് പേരെ മനസ്സിൽ ആ ഒരു നെയിം തന്നെ റെക്കഗ്നൈസ്ഡ് ആണ്. എൻ്റെ മൈൻഡിലും അജു ഓഫ് കോഴ്സ്. അപ്പം അങ്ങനെ ഇൻഡിവിജ്വൽ ഫാൻ ബേസ് ഇപ്പം രംഗണ്ണനാണെങ്കിലും അങ്ങനെ ക്യാരക്ടർ നെയിം വെച്ചിട്ട് തന്നെ ഇൻഡിവിജ്വൽ. അപ്പം ഇപ്പം നിങ്ങൾക്ക് മെസ്സേജസ് ഒക്കെ ബിബി അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജസ് വരാറുണ്ടോ? അല്ലെങ്കിൽ എന്താണ് പബ്ലിക് റെസ്പോൺസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നത്? ഓൾറെഡി പേര് വിളിച്ചിട്ടുള്ള മെസ്സേജുകളാണ്. ശാന്തപ്പ എന്നൊക്കെ പറഞ്ഞൊക്കെ എന്താ വരുന്നത്. ഓൾറെഡി സെറ്റില് നമ്മളെ അജു ബിബി ശാന്തൻ അങ്ങനെ തന്നെയാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ആൾക്കാർ നമ്മളെ പെണ്ണിപ്പോ ബിബി എന്ന് വിളിക്കുമ്പോഴും എനിക്കങ്ങനെ സർപ്രൈസ് ആവുന്നില്ല. പക്ഷെ അല്ലേ ഇത് ഈ ഷൂട്ട് ഇത്രയും ഒരു 8 മാസത്തോളം നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു ഷൂട്ടിന്റെ പ്രോസസ്സ്. അപ്പൊ ഈ ഫെബ്രുവരി ചെന്നപ്പോ തൊട്ടേ നമ്മളെ അജു ബിബി ശാന്തൻ എന്നായിരുന്നു വിളിക്കുന്നത്. അപ്പൊ ഇത് വിളിച്ച് കുറെ നാൾ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു എൻഡ് എത്തിയപ്പോഴത്തേക്ക് ജിത്തുചേട്ടൻ നമ്മുടെ ഒറിജിനൽ പേര് വിളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഞെട്ടുപോയത്. ആ ഒരു ഞെട്ടലായിരുന്നു. കാരണം നമ്മൾ കേൾക്കുന്ന മൊത്തവും ഇപ്പൊ എന്റെ പേര് ശാന്തൻ എന്നുള്ളത് ശാന്തൻ ഷാ എന്നൊക്കെ പറയും. ഈ സാധനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ തിരിയും. കാരണം ഇത് കേട്ട് നമ്മൾ ഫുൾ അങ്ങനെ ആയിരുന്നു. അവസാനം സ്വന്തം പേരെ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മറ്റേ അത്ഭുതമായിരുന്നു. എടാ പ്രണവേ എന്നൊക്കെ വിളിക്കുമ്പോ അത് ഭയങ്കര ആവേശ സിനിമയിലോ ഓരോ ഷോട്ട് ഇപ്പം അമ്പണ്ണൻ്റെ കൂടെയുള്ള ഷോട്ടും എല്ലാം രസകരമായിട്ട് തന്നെ ചെയ്തു. അപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു ഷോട്ട് ചെയ്തപ്പോഴാണ് ഞാൻ കുറച്ച് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എനിക്ക് കുറെ കൊടുക്കാൻ പറ്റുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് ഏതെങ്കിലും ഒക്കെ ഷോട്ടുകൾ നമുക്ക് 3 പേർക്ക് മറ്റേ ഷോട്ടാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങള് എല്ലാ ഷോട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ളതും നമ്മുടെ രംഗയുടെ വീട്ടിൽ ഉള്ള ഒരു നമ്മുടെ 3 പേരുടെയും കൂടെ ഒരു ബാഗ് പാക്ക് ചെയ്യുന്നൊരു സീനുണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത് വീട്ടിൽ വന്നിട്ട് നമ്മള് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ ഉണ്ട്. അത് എല്ലാ സീനുകളും നമ്മൾ എൻജോയ് ചെയ്താണ് ചെയ്തത്. പക്ഷെ ആ സീൻ എന്തോ കാരണം ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അത് വീട്ടിനകത്തായോണ്ട് അല്ലെങ്കിൽ റൂമിനകത്തായോണ്ട് ആ റൂമിൽ ആരുമില്ല. കാരണം നമുക്ക് ഫുള്ള് അവിടെ കിടന്ന് എന്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സെറ്റിൽ ഇപ്പൊ ക്യാമറയുടെ ബാക്കിലും അല്ലെങ്കിൽ പ്ലേ ബാക്ക് അങ്ങനെ ഒരുപാട് പേര് കാണും. ഇവിടെ വേറെ ആരും ഇല്ല. നമ്മള് റൂമിൽ ചെയ്യും പോലെ തന്നെ ഇവിടെ ചെയ്തത്. അപ്പൊ അത്ര ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ട് നമുക്കത് ആ സീൻ ഷൂട്ട് ചെയ്തത് സീനായിരുന്നു. വെള്ളം എടുക്കാൻ വേണ്ടിട്ട് ബിബി പോകുന്നൊരു സീൻ അതുപോലെ തന്നെയാണ്. അങ്ങനെ പേടിയുണ്ടോ? അല്ല ഓടിപ്പിടി ചിലപ്പോ നമ്മളെ പേടിച്ചിട്ട് എന്നിട്ട് പിന്നെ ഇതായിട്ട് വരുന്നത് വളരെ ഞാൻ വല്ല ധീരനാണെന്നൊക്കെ പറഞ്ഞു വന്ന് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ നോർമൽ ലൈഫിൽ അങ്ങനെയൊക്കെ? പിന്നെ ചെറുതിലൊക്കെ സ്വിച്ച് ഇട്ടിട്ട് ഓടുന്നൊക്കെ ഓടിയിട്ട് പെട്ടെന്ന് നിൽക്കുമല്ലോ നമ്മള്. ആൾക്കാർ വരുമ്പോ പെട്ടെന്ന് നിൽക്കും. ഇനി നമ്മൾ ആവേശം റൗണ്ട് എന്ന് പറഞ്ഞ റൗണ്ടിലേക്കാണ് പോകുന്നത്. കുറച്ച് ആവേശം നിറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് 3 പേരോട്. ആവേശത്തോടെ പഠിച്ച വിഷയം ഏതാണ്? ബിബി ഏതാണ് ഏറ്റവും ആവേശത്തോടെ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവേശത്തോടെ പഠിച്ചൊരു സബ്ജക്ട്. മലയാളം, കമ്പ്യൂട്ടർ സയൻസ്, ബിസിനസ് സ്റ്റഡീസ്. എന്താണ് അത് ആവേശം കൂടാൻ കാരണം? പഠിക്കണ്ട, എഴുതുമ്പോ മതി ആവേശം. പഠിക്കാൻ നേരത്തെ ആവശ്യമില്ല മലയാളം ആവുമ്പോ. അല്ല പാസ്സാവണമെങ്കിൽ പഠിച്ചേ പറ്റത്തോളം മനസ്സിലായിരുന്നില്ലേ? പൊട്ടിപ്പോയാലേ പ്ലസ് 2 എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചാൽ എനിക്ക് ഭയങ്കര കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന തോന്നിയത് അതാ തോന്നുന്നു. കമ്പ്യൂട്ടറിസ്റ്റ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഏറ്റവും ആവേശം കാണിച്ച് ചെയ്തൊരു കാര്യം, അതായത് അവരൊക്കെ ചെയ്യേണ്ടതൊക്കെ ഞാനിത് ചെയ്യും, ഞാൻ ആവേശം കാണിച്ച് ചെയ്തൊരു കാര്യം. എറണാകുളത്തോട്ട് വന്നാ ഞാൻ ഓഡിഷൻ വന്നത്. ഞാനും എറണാകുളത്തോട്ട് വന്നത്. അതെന്തേ അങ്ങനെ ഒരു ആവേശം കാണിക്കാൻ? ആവേശം കാണിക്കാന്ന് എന്തോ തോന്നി ആ സമയത്ത്. എന്തോ തോന്നി ഇങ്ങോട്ടോ എവിടുന്നെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കണം സ്ഥലത്തിലൊക്കെ ഉള്ളൂ. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തു വരണമെന്ന് തോന്നി. അങ്ങനെ നേരെ
ഇവിടെ വന്ന് അതിന് ഭയങ്കര ആവശ്യമായിരുന്നു. ഭയങ്കര ആവേശത്തോടെ. അപ്പൊ കൊച്ചിയിലെത്തിയിട്ടൊക്കെ എങ്ങനെയായിരുന്നു പിന്നീട്? കൊച്ചിയിലെത്തിയിട്ടാണ് ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഈ ആവേശം ഉണ്ടാവുന്നത് തന്നെ നമ്മൾ കൂടുതൽ ചിന്തിക്കാതിരിക്കുമ്പോഴാണ്, അപ്പോഴാണ് നമുക്ക് ആവേശം ഉണ്ടാവുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ ഇവര് കൊച്ചി വന്ന കാര്യം, ഞാൻ ഓഡീഷന് വന്ന കാര്യം പറഞ്ഞു. ഓഡീഷൻ വന്ന് നമ്മൾ കൂടുതലും ചിന്തിച്ചില്ല. ഓഡീഷനെ വിളിച്ചു, ഞാൻ എന്റെ നാട് ട്രിവാൻഡ്രം, അവിടുന്ന് ആവേശത്തിൽ തന്നെ ഒന്നും ചിന്തിക്കാതെ ഓഡീഷൻ. അതുപോലെ തന്നെ ആവേശം സിനിമയിലോ ഓരോ നിങ്ങൾക്ക് കൂടുതലും കോമ്പിനേഷൻ സീൻസ് ആയിരുന്നു പറഞ്ഞു, എല്ലാം കോമ്പിനേഷൻ സീൻസ് ആയിരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും ആവേശത്തോടെ ഓരോ ഷോട്ടും ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റവും ആവേശം കാണിച്ചു തന്നത് നിങ്ങളിൽ ആരാണ്? നമ്മൾ മൂന്ന് ഒരേ പേർക്കും. അതെ, ഒരാൾ ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു ഞങ്ങൾ 3 പേരും. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതെന്താ പറയണ്ടേ, അതൊരു ഹെൽത്തി മനസ്സിൽ മാത്രമേ നിൽക്കുള്ളൂ, ഓരോരുത്തരുടെ മൈൻഡ് മാത്രമേ നിൽക്കുള്ളൂ. അപ്പൊ ആ സീൻ അവൻ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിൽ തന്നെ നല്ല കൈയടി കിട്ടാം, അടുത്ത സീൻ എനിക്ക് സ്കോർ ചെയ്യണം. പക്ഷെ അത് നടക്കൂല്ലെന്ന് അറിയത്തില്ല, എന്നാലും നമ്മുടെ മൈൻഡിൽ ആ സാധനം ഉണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്യുമ്പോൾ അടുത്ത ആൾക്ക് അതാ ഇപ്പൊ നമ്മളിപ്പോ ഒരു സീൻ ചെയ്യുമ്പോ ഇപ്പം ഇവനിപ്പോ ഒരു കൗണ്ടർ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് നമ്മൾ മുമ്പേ പ്ലാൻ ചെയ്യും. ഒരു ഡയലോഗ് ഇപ്പൊ ജിതുചേട്ടൻ നമ്മുടെ അടുത്തൊരു സീൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളായിരിക്കും പിന്നെ ആ ഡയലോഗ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മള് അപ്പോഴത്തേക്ക് ഇവന്റെ കൗണ്ടർ എന്താണ്, പിന്നെ അവന്റെ കൗണ്ടർ എന്താണ്, അങ്ങനെ അങ്ങനെയല്ല. 3 പേര് തമ്മിൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ സീൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇപ്പൊ ഞാനിപ്പോ ഈ സീനിന്റെ ഇടയിൽ ഇവനിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവനെ തിരിച്ചു നോക്കിയെങ്കിൽ ഞാൻ ചമ്മും. അപ്പൊ നമ്മൾ പറയുമല്ലോ നോക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടുതലും 3 പേരായിട്ടുള്ള സീൻസ് ചെയ്യുമ്പം ക്യാമറ എടുത്ത് വെച്ചിട്ട് നോക്കണം, നമ്മൾ മാസ്ക് ആവാതെയും അങ്ങനെയുള്ള പരിപാടികളെല്ലാം നമ്മളെ കൊണ്ടൊരു ശല്യം മീൻസ് നമ്മളെ കാരണം ഒരു റീടേക്ക് പോരുതെന്നുള്ള ഇത് നമ്മളെപ്പോഴും നമ്മളെ 3 പേരുടെ ഇടയിൽ അത് എപ്പോഴും കംഫർട്ട് മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഫഫയിൽ നിന്ന് ഏറ്റവും ആവേശത്തോടെ സ്വീകരിച്ച 3 ക്വാളിറ്റീസ് ഇൻഡിവിജ്വൽ ആയിട്ട് ടൈമിംഗ്, എനർജി, പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ക്യാരക്ടർ സ്വിച്ചിങ്, പിന്നെ ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ 3 ഒന്നും അല്ല, ഞങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ട്. അത് 3-ൽ വേണമെങ്കിൽ നിങ്ങൾ ഒതുക്കിക്കോ. ഇപ്പം ഫഹദ് ഫാസിലാണ് നിങ്ങളുടെ അടുത്ത് ഏറ്റവും നന്നായി ചെയ്തു മോനെ, എടാ മോനെ ഇത് പൊളിച്ചു എന്ന് പറഞ്ഞൊരു അതൊക്കെ പറഞ്ഞു. അല്ല, അത് ഏത് മൊമെന്റാന്ന് പറയുന്നില്ല, പക്ഷെ ഫാദുക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എന്താ പറയണ്ടുള്ള, അതായത് ഇപ്പം എന്നോട് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഇവനോടും ഒരു സീൻ പറഞ്ഞിട്ടുണ്ട്, അവനോടും ഒരു സീൻ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അത് ആ ദിവസം നമുക്ക് ഭയങ്കര സന്തോഷം തന്നൊരു ദിവസമാണ്. ആ ദിവസം നമ്മൾ അതിലായിരുന്നത്. ഫഹദൊക്കെ കൊള്ളാന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞത്, എടാ മോനെ പൊളിച്ചു, അങ്ങനെ അത് രംഗയല്ല, അത് ഫഹദുക്കാണ് സംസാരിക്കുന്നത്. പേഴ്സണലി വന്നിട്ട് എങ്ങനെയായിരുന്നു? കാഷ്വലി അങ്ങനെ ആ വാക്ക് കിട്ടാനാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഏറ്റവും പാട്. ഭഗതിക്കിടയിൽ അവിടെയുള്ള എല്ലാവരുടെയും കേൾക്കാൻ ആഗ്രഹിച്ച ആ ഒരു സംഭവം. ഫസ്റ്റ് സിനിമയിലേക്ക് എൻട്രി ആവുന്നു, അതിനുശേഷം ആ സിനിമയിൽ വൻ ഹിറ്റോട് കൂടി ത്രൂ ഔട്ട് നിങ്ങളാണ് സിനിമ പിടിച്ചു നിർത്തിയത്. അതിനുശേഷം ഇങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടുക, അല്ലെങ്കിൽ ഒരാൾ പറയുന്നതും ഫഹദ് ഫാസിലിനെ പോലൊരു നടൻ പറയുക എന്ന് പറയുന്നത് ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അതാ ഞാൻ പറഞ്ഞത്. ഫിലിമിൽ നമുക്ക് അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടാനാണ് പാട്. പക്ഷെ ആ കിട്ടുമ്പോൾ എക്സൈറ്റ്മെന്റ് എന്താണെന്ന് ചെറുത് ഇപ്പൊ ഫഹദൊക്കെയായാലും ഇങ്ങനെ ഒരു സാധനം കാണിച്ചാലും നമ്മളെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഈ ആവേശം സിനിമ കണ്ടിട്ട്, ആവേശത്തില് നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് വീട്ടുകാർ ആവേശത്തോടെ പറഞ്ഞൊരു ഡയലോഗ് ഫസ്റ്റ് കോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ ആവേശത്തോടെ, എടാ മോനെ നീ ഹാപ്പി അല്ലേ, അതാ എന്റെ അടുത്ത് ചോദിച്ചത്. അതന്നെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വീട്ടുകാരൊക്കെ പറഞ്ഞു. ഇപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എടാ മോനെ നീ വീട്ടിൽ വരുന്നില്ലേ, ഇങ്ങോട്ട് വരുന്നേ, നമ്മുടെ കൂടെ എപ്പോഴാ പടം കാണുന്നേ, അതൊക്കെയാണ് അവരെ ആദ്യം ചോദിച്ചത്. വീട്ടിൽ പോയോ ഇത് കഴിഞ്ഞിട്ട്? ഇല്ല, പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഉടനെ തന്നെ അവരെയൊക്കെ പോയി കണ്ടിട്ട് ആവേശത്തോടെ തന്നെ എനർജി, ഇനിയും വരുന്ന ഫിലിംസിലാണെങ്കിൽ പോലും ഞങ്ങൾ ആ ഒരു ആവേശം, ഈ ഒരു നിങ്ങളുടെ എനർജി ഞങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പൺ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, അല്ല സംഭവം ഇതിപ്പോ ഇതിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സജിൻ ചേട്ടൻ ആ സമയത്ത് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഏതാണ്ട് 10 പുഴുങ്ങിയ മുട്ട രാവിലെ വരും, ടേബിളിലിരിക്കും, ടേബിളിൽ അത് കാണും. പിന്നെ ഒരു ബ്ലാക്ക് ടീ ആയിരിക്കും, ബ്ലാക്ക് ടീ കുട്ടിയുടെ ബ്ലാക്ക് ടീ. അപ്പൊ അത് വെച്ചിട്ട് ആ സിറ്റുവേഷൻ വെച്ച് വേറെ ഏതൊക്കെ പാരഡി സോങ്സ് അല്ലെങ്കിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തത്? ജസ്റ്റ് ഒന്ന് പാട്. നിങ്ങൾ പാട്ടൊക്കെ പാടത്തില്ലേ? പാട്ടൊക്കെ പാടും കേട്ടു. ഈ പാരഡി വേണോ?
അല്ല ഇപ്പൊ ഈ പുള്ളിയുടെ പാട്ടേ ഉള്ളതല്ല വേറെ പാട്ടുകളൊന്നും എനിക്ക് കണക്ട് ആവാൻ സാധ്യതയില്ല. ഇതും പുള്ളി പറഞ്ഞവരെ പാടാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഇത് അത് നമ്മള് കഴിഞ്ഞുള്ളതാണ്. അത് കഴിഞ്ഞുള്ള വരികളൊന്നും ഇങ്ങനെ പാടാൻ പറ്റത്തില്ല അല്ലേ? അത്ര ഉള്ള സാധനം. നഷ്ടം, ഇത് നഷ്ടം, പ്രൊഡക്ഷനിൽ ഇത് നഷ്ടം, വൻ നഷ്ടം, അത്ര മുട്ടയുടെ വെച്ചിട്ട് vibe ആയിരുന്നല്ലോ set ഈ ഒക്കെ. പുഴുങ്ങിയ മുട്ട കൊടുത്താലുണ്ടൊരു വൻ നഷ്ടം. അതെ, ഇഷ്ടം പുള്ളിക്ക് ഇഷ്ടം ഇഷ്ടം, പുഴുങ്ങിയ പുഴുങ്ങിയ മുട്ട ഇഷ്ടം, ഒരു 10 അത് കാലത്ത് കൊടുത്ത് പെരുത്തിഷ്ടം. ഇങ്ങനെയൊക്കെ അല്ല അതുപോലെ തന്നെ ഇപ്പൊ പറയുന്നുണ്ട്, അമ്മണ്ണം പറയുന്നുണ്ട് നിങ്ങൾ വൻ സീനായിരുന്നു. ഇതായിരിക്കും പുള്ളി പറഞ്ഞ ഇതായിരിക്കും scene. ഉദ്ദേശിച്ചത്. ഇതാ സീൻ. ഓരോന്ന് നോക്കി നോക്കി നിന്ന് കൗണ്ടേഴ്സ് അടിക്കുമായിരുന്നു അല്ലേ? കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ്, ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനായിട്ട് ഇപ്പം നമ്മൾ മുമ്പിൽ കാണുന്ന ഏതെങ്കിലും ഇപ്പം നമ്മളിവിടെ ഇരിക്കുകയല്ലേ, ഇതിന് ഇരിക്കുന്ന സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ലിറിക്സ് പാടും. അത് നമ്മൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് അതെ, പാടും. നമ്മളെ കാരണം നമ്മുടെ 3 പേരുടെ ഇടയിൽ നടന്ന എന്തെങ്കിലും ഒരു സംഭവമായിരിക്കാം. അത്രേ ഉള്ളൂ. അപ്പം ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പാടുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ അത് പിടിച്ച് ഇത് പക്ഷെ ഈ പാട്ട് മൂന്നാമത് ഒരാൾ കേട്ടോണ്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്താന്ന് വിചാരിക്കും. കാരണം അവർക്ക് മനസ്സിലാവത്തില്ല ഇവരെന്ത് ഈ പാടുന്നത്. അവർക്ക് വർക്കൗട്ട് ആവത്തില്ല അത്. മനസ്സിലാവും. അപ്പൊ വേറൊരാളുടെ അടുത്ത് നിന്നിട്ട് ഈ പുഴുങ്ങിയ മുട്ട എന്നൊക്കെ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലാവും. ഇപ്പം ഞങ്ങളിത് പാടിയപ്പം നിങ്ങൾ തന്നെ ചിരിച്ചില്ല. അതാ പറഞ്ഞത്, അത് അവിടുത്തെ ആ ക്രിയേറ്റ് ചെയ്യുന്ന പല പുള്ളി ഇത് കയറി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ എല്ലായിടത്തും എല്ലാവരും ഈ പാട്ട് പാടിക്കൊണ്ട് പുള്ളിക്ക് അങ്ങ് പറഞ്ഞാൽ മതി. പറഞ്ഞ മതിയല്ലോ നമ്മളെ നാടനുള്ള. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കുട്ടിയുടെ കാര്യം പറഞ്ഞു, കുട്ടിക്ക് ബ്ലാക്ക് ടീയുടെ കാര്യം പറഞ്ഞു തന്നപ്പോ അപ്പം കുട്ടി കുട്ടിയിലേക്ക് എത്തിയത്. അപ്പൊ കുട്ടിയുടെ ഫസ്റ്റ് മൂവിയാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. ആളും ഭയങ്കര ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വില്ലൻ, ഒരു സീനിയർ, ഒരു അത്ര ഒരു അരഗന്റ് ആയിട്ടുള്ള സീനിയറിന്റെ ലുക്കൊക്കെ തന്നിട്ട് ലാസ്റ്റ് കോൾ വന്ന സമയത്ത് എടാ നീ എന്നെ തന്നെയാണോ വിളിച്ചേ, അങ്ങനെ ഒരുപാട് സീക്വൻസ് കുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പം കുട്ടി എങ്ങനെയായിരുന്നു? റിയൽ ലൈഫിൽ ഇതിലും ഭയങ്കര സ്വീറ്റ് ആണ് കുട്ടി. കുട്ടി ഇങ്ങനെ ഒന്നും അല്ല. ക്യൂട്ട് സ്റ്റാർ കുട്ടി. അതെ, ആ പേര് അതിന്റെ ടാഗ് ലൈൻ തന്നെ അതാണ്, ക്യൂട്ട് സ്റ്റാർ കുട്ടി, മിതുട്ടി. ക്യൂട്ട് കുട്ടി. സിനിമ കണ്ടപ്പോ അങ്ങനെ അത്ര നമുക്ക് കുറച്ച് സീനിയർ അരഗന്റ് ആയിട്ടുള്ള. അല്ല അവൻ നമ്മളിപ്പം അവന് നമ്മളിവിടെ എന്റെ റൂമിലായിരുന്നു അവൻ. അപ്പം അവനെ അല്ലാതെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നും. പക്ഷെ അവനെ ഈ ഷൂട്ട് കഴിഞ്ഞ് പ്ലേ ബാക്കിൽ കാണുമ്പോൾ ഇത് ആരടാ, ഇവ എന്റെ കൂടെ താമസിച്ചു തന്നെ എന്ന് വെച്ചാൽ അങ്ങനെ തോന്നും നമുക്ക്. വേറൊരു മുഖമാണ് അവന്, അങ്ങനെ ഫീൽ ചെയ്യുന്നത്. സ്ക്രീനിലെ പോലെ അല്ല അതിനകത്ത് ഫഫ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടാവുന്ന സീനുണ്ട്. അതെങ്ങനെയായിരുന്നു ആ ഷൂട്ടിന്റെ സീക്വൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ആ ഫൈറ്റ് സീക്വൻസ് മൊത്തം അടിപൊളിയായിരുന്നു. കാരണം പല സ്ഥലത്തും പല ഇവന്റ്സ് ആണല്ലോ അതിൽ നടക്കുന്നത്. നമ്മള് ഒരു ഭയങ്കര വലിയൊരു ഇവന്റിലോട്ട് കയറിയത് ആ ഫൈറ്റ് ആണ്. അതായത് ഷൂട്ടിംഗ് തുടങ്ങി ഒരു വലിയ സീൻ എന്ന വലിയൊരു ക്രൗഡും ഇതെല്ലാം വലിയൊരു സീൻ എന്ന രീതിയിലേക്ക് എത്തിയത് ഈ ഹോളി ഫൈറ്റ്. ഈ ക്രൗഡിന്റെ ഇമ്പാക്ട് ഷൂട്ട് മാറ്റി വെക്കേണ്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇല്ല, അതൊക്കെ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് മാനേജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫുൾ ക്രൂ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാ നമ്മുടെ ക്രൂ മൊത്തത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. ഇപ്പൊ ഈ പടത്തിന് ശേഷം വെളിയിൽ പോകുമ്പോഴുള്ള ഫാൻ ബേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ്? അതായത് ഇങ്ങനെ ഫാൻ ബേസ് അല്ല, മീൻസ് നമ്മളെ തിരിച്ചറിയുന്നുണ്ട് ആളുകൾ. എന്നുവെച്ചാൽ അവരെ അത് കണ്ടിട്ടുള്ള അവരുടെ ഒരു സ്നേഹം. ഒരുപാട് ഫാൻ ബേസ് ഗേൾ ഫാൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഹിപ്സ്റ്ററിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? കാരണം ഗേൾഫ്രണ്ട് ഉണ്ടോന്നോ? അല്ല, പിക്കപ്പ് ലൈൻസ് ഒക്കെ പറയുന്നത് കൊണ്ട് ഒരുപാട് ഗേൾ ഫാൻസ് ഒക്കെ. അല്ല, അതൊരു തെറ്റിദ്ധാരണയാന്ന് തോന്നുന്നു. ഗേൾ ഫ്രണ്ട്സ് ഇല്ല എന്നൊക്കെ. നിങ്ങൾക്കോ? എന്നാ ഞങ്ങൾക്കും ഇല്ല. അതെ, ഞങ്ങൾക്കും ഇല്ല. പറയൂ, ക്യാമറ കൂടെ പറയൂ, ഞങ്ങൾക്കും ഇല്ല. എനിക്കും ഇല്ല, ശാന്തപ്പനും ഗേൾ ഫ്രണ്ട്സ് ഇല്ല. ശാന്തപ്പനോ? നല്ലൊരു പേര്. കുറച്ചു മുന്നേ ഫാൻസ് ഒക്കെ ശാന്തപ്പൻ മെസ്സേജ് അങ്ങനെയൊക്കെ ആരൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ അംബാൻ എന്നാണ് സജിന്റെ ക്യാരക്ടർ പേര്. നമ്മള് ഏതോ തിയേറ്റർ വിസിറ്റിന് പോയപ്പോ ആരോ മൈക്ക് കൊണ്ടുവന്നിട്ട് അമ്പാടിയുടെ ക്യാരക്ടർ ആയിട്ട് വരുമ്പോ അമ്പാടി ഇങ്ങനെയൊക്കെ കേട്ടിട്ട് അമ്പാടി അപ്പൊ അത് പറഞ്ഞ് കൊടുത്തപ്പോഴത്തേന് വീണ്ടും അപ്പൊ അമ്പന്റെ ക്യാരക്ടർ അത് ആളുകൾക്ക് മനസ്സിലാക്കുന്നത് പല രീതിയിലാണ്. ചിലര് ശാന്തനു എന്നൊക്കെ പറയുന്നുണ്ട്. ബിബിൻ, ശാന്തനു, ബിബിൻ. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ജനമനസ്സുകൾ ആ ഒരു ആവേശത്തിൽ തന്നെയാണ്. ആവേശം മൂവി ഇറങ്ങി അതേ ആവേശം ഇപ്പോഴും. ടിക്കറ്റ് ഒന്നും കിട്ടാറില്ല. ഞങ്ങൾക്കൊക്കെ അതിന്റെ ഒരു സങ്കടമാണ്. ജനങ്ങൾ അതിന്റെ ഒരു സന്തോഷത്തിലാണ്. കാരണം പലർക്കും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ള ഒരു വിഷമമാണ് ഇപ്പോഴും പറഞ്ഞ ഒരു ആവേശം. അതുപോലെ തന്നെ നിൽക്കട്ടെ, ആവേശം കുറച്ച് നാൾ കൂടി അതേ ആവേശം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതൊക്കെ ക്യാരക്ടേഴ്സ് ഒക്കെ റെക്കഗ്നൈസ്ഡ് ആയി ഞങ്ങളുടെ മൈൻഡിൽ ത്രൂ ഔട്ട്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഗുണ്ടകളും അടക്കം മലയാളം ഫിലിം ഇൻഡസ്ട്രി
ഇൻഡസ്ട്രിയിലൊക്കെ വന്നു ഡോൺ എന്ന് പറഞ്ഞൊരു ഇത് ഇനി രംഗണ്ണനെ പോലൊരു ഡോൺ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വരാനും പോകുന്നില്ല, ഇനി വന്നിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുപോലൊരു ഗുണ്ട ഇനി അങ്ങനെ ഒരു ഗുണ്ടയെ പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരു ഗുണ്ടനെ അടുത്ത് കാണാൻ നിങ്ങൾക്ക് പറ്റി, ഞങ്ങൾക്ക് സിനിമയിലൂടെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ആവേശത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും. എനിവേ ആ ഒരു ആവേശത്തിന് എല്ലാവിധ ആശംസകളും. ഇനിയും ത്രൂ ഔട്ട് ഈ ഒരു ആവേശത്തിൽ തന്നെ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഫിലിംസ് കിട്ടട്ടെ എന്നും ഒരു അവസരത്തിന് ആശംസിക്കുന്നു. എനിവേ ഞങ്ങളുടെ ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.